മഴക്കെടുതിയിൽ വലയുന്നവർക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കി UAE. വീട് തകർന്ന സ്വദേശികൾക്കായി വൻ തുക അനുവദിച്ചു. പേമാരി ഉണ്ടായ ദിവസം രേഖപ്പെടുത്തിയ ഗതാഗത നിയമലംഘനങ്ങളിൽ ശിക്ഷാ നടപടി ഉണ്ടാകില്ലെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. രാജ്യത്ത് മഴക്കെടുതിയുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കുകയാണ് UAE. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വീട് തകർന്നവർക്ക് വീട് പുനർനിർമ്മിക്കുന്നതിനടക്കം സഹായകരമാകാൻ 2 ബില്യൺ ദിർഹം ഫണ്ട് അനുവദിച്ചതായി അധികൃതർ വ്യക്തമാക്കി. സഹായ വിതരണം ഏകോപിപ്പിക്കാൻ മന്ത്രിതല സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളിലെ ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വ്യാപകമായി നശിച്ച സാഹചര്യത്തിൽ ഇവ നീക്കം ചെയ്യുന്നതിനായി സൗജന്യ സംവിധാനം ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ട്. പലരുടെയും വീടുകളിൽ വെള്ളം കയറി നശിച്ച ഇത്തരം വസ്തുക്കൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് സേവനം ലഭ്യമാക്കാൻ കാരണം. ഇതിനായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ വാട്സ്ആപ്പ് ചാനൽ വഴിയോ വെബ്സൈറ്റ് മുഖേനയോ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിക്കാമെന്നും ഉടൻ സേവനം ലഭ്യമാക്കുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. അതിനിടെ ദുബായിൽ പേമാരിയുണ്ടായ ഏപ്രിൽ 16 രേഖപ്പെടുത്തിയ എല്ലാവിധ വാഹന ഗതാഗത നിയമലംഘനങ്ങളും നീക്കം ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മർറിയാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ന്യൂനമർദ്ദം നാശം വിതച്ച ഒരാഴ്ചക്കാലത്തെ ഗതാഗത നിയമലംഘനങ്ങൾ ഷാർജ പോലീസും എഴുതി തള്ളിയിരുന്നു. അതേസമയം വെള്ളക്കെട്ട് നീക്കി ഷാർജയിലെ എല്ലാ റോഡുകളും ഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി ഷാർജയിലെ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അറിയിച്ചിട്ടുണ്ട്. 24 ദുബായ്.